കോഴിക്കോട് ജയലക്ഷ്മി സിൽക്സിൽ വൻ തീപിടുത്തം. കെട്ടിടത്തിന് 2 നിലകൾ പൂർണ്ണമായി കത്തിനശിച്ചു. 2.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ഒടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് ആധുനിക വാഹനമടക്കം ദൗത്യത്തിന് എത്തിച്ചു. ദൃശ്യങ്ങളിലേക്ക്. തീപിടുത്തത്തിന്റെ കാരണമെന്തെന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. സംഭവിക്കാൻ പാടില്ലാത്തൊരു ദുരന്തം ഇവിടെ സംഭവിച്ചു. ആ ദുരന്തത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ജനങ്ങൾ ഭീതിയിലാണ്. എന്നാൽ ആ ഭീതി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. കാരണം തീയണക്കാനുള്ള ശ്രമങ്ങളിൽ നല്ലൊരു ശതമാനം വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടെന്നാണ് പ്രാഥമികമായി വിലയിരുത്തിയിട്ടുള്ളത്. അജി കുഞ്ഞുമോൻ ചേരുന്നുണ്ട് കോഴിക്കോട്. അജി, തീ പൂർണ്ണമായും അണച്ചു കഴിഞ്ഞോ? എന്തൊക്കെയാണ് വിവരങ്ങൾ അജി? ഡോക്ടർ ഉമേഷ്, തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടില്ല. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഇപ്പോഴും കാണാൻ കഴിയും. കാരണം 19ഓളം ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിക്കൊണ്ടാണ് ഇപ്പോൾ തീ അവിടെ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നിരിക്കുന്നത്. നിലവിൽ ഈ രക്ഷാപ്രവർത്തകരുടെ നീക്കമെന്ന് പറയുന്നത് JCB ഉപയോഗിച്ചുകൊണ്ട് പകുതി ഭാഗം, അതായത് ഏറ്റവും കൂടുതൽ തീ വരുന്ന ഭാഗം ആ സൈഡിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ അവിടെ തകർത്തതിന് ശേഷം ഉള്ളിലേക്ക് വാട്ടർ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയാണ് നിലവിൽ തീ നീക്കം നടക്കുന്നത്. അപ്പോൾ വലിയ തലത്തിൽ ഉള്ള ഒരു തീ അകത്തേക്ക് ഇപ്പോഴും ആള് കത്തുന്നുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ നേരത്തെ കണ്ടതാണ് കരിപ്പൂർ എയർപോർട്ടിൽ നിന്നുള്ള ഫയർഫോഴ്സിന്റെ പ്രത്യേക യൂണിറ്റ് എത്തിയാണ് ഏറെ നേരം ശ്രമകരപ്പെട്ടുകൊണ്ട് തീ അണച്ചത്. പക്ഷേ അത് പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയും വലിയ തലത്തിൽ അത് ആളിക്കത്തുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിൽ ഇപ്പോഴും നമുക്ക് കാണാം അകത്തേക്ക് തീ വ്യാപിച്ചിട്ടുമുണ്ട് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ പ്രധാനമായി നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. വലിയ തലത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 3ാമത്തെ നിലയിലും 4ാമത്തെ നിലയിൽ പൂർണ്ണമായും കത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ തരത്തിലുള്ള തീപിടുത്തമാണ് ഈ സമയത്ത് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഏതായാലും ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളോട് ചോദിക്കാം, എങ്ങനെയാണ് നിങ്ങൾ ഈ സമയത്ത് ഉണ്ടായിരുന്നത്? ഞാനല്ല ഉണ്ടായത്, എൻ്റെ വൈഫും മക്കളും ഉണ്ടായിരുന്നു. അവർ എൻ്റെ അനിയത്തിയുടെ കല്യാണത്തിന് ആവശ്യമായിട്ട് വന്നായിരുന്നു. ബ്രൈഡൽ സെക്ഷനാണത്. അപ്പോൾ അവിടെയാണ് ഇത് പടർന്ന് പിടിച്ചത്. ഒരു സ്മെല്ല് വന്ന്, കരിഞ്ഞ സ്മെല്ല് വന്നപ്പോൾ അവിടുന്ന് ഒരു ഫയർ അലാറം അടിച്ച് എല്ലാവരും കൂടെ ഇറങ്ങി ഓടുക ചെയ്തത്. അതായിരുന്നു സംഭവം. ഞാൻ ഉണ്ടായിരുന്നില്ല, അവർ അനിയത്തിയും ഒരു പറഞ്ഞതാണ്. ശരി, അപ്പോൾ അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും പുറത്തേക്ക് ഏതായാലും ഇപ്പോഴും തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. കരിപ്പൂരിൽ നിന്നുള്ള ഫയർ യൂണിറ്റുകൾ കൂടി അവിടെ എത്തിയിട്ടുണ്ട്. ആളുകൾ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അജി കുഞ്ഞുമോൻ വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.